ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ CPM-ന്റെ ഇരട്ടത്താപ്പ്. സംസ്ഥാന സെക്രട്ടറി എക്കെതിരെ നിലപാടെടുക്കുമ്പോഴും സംസ്ഥാന സമ്മേളനത്തിന്റെ വീഡിയോ തയ്യാറാക്കാൻ എയെ കൂട്ടുപിടിച്ച് CPM. EK നായനാർ ഭരണ തുടർച്ചയെ പറ്റി പ്രസംഗിക്കുന്ന വീഡിയോ ആണ് AI ഉപയോഗിച്ച് CPM തയ്യാറാക്കിയത്. എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോടും ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് വിഷം കൊടുത്താരാണ് പകർത്താരാ എന്ന് പറയുമ്പോൾ എന്തെല്ലാം പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു അയ്യെന്ന വിചാരിച്ചിട്ടുണ്ട്. 60% മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും AI ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യും. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ മാർക്സത്തിന്റെ പ്രസക്തി തീർന്നല്ലോ. അധ്വാനിക്കുന്ന വർഗം തൊഴിലാളി വർഗമല്ലേ അല്ലേ? ആണ്. പക്ഷെ തൊഴിലാളി വർഗം അധ്വാനിക്കുന്നില്ല. ആരാ ഉണ്ടാക്കുന്നത്? AI ഉണ്ടാക്കുന്നു. പിന്നെന്താ ചെയ്യാ? അപ്പോൾ നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിച്ചോളണം. ഈ 60% പിന്നെ എന്തില്ല, വാങ്ങൽ ശേഷിയുള്ള കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയുള്ള മനുഷ്യനല്ല. അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സ്. അതാണ് മാർക്സത്തിന്റെ പ്രത്യേകത. അപ്പോ എയും മാർക്സത്തിൽ കൊടുക്കും. ഈ എയുടെ കാര്യം പറയുമ്പോൾ, തർക്കത്തെപ്പറ്റി പറയുമ്പോൾ ചെറിയൊരു സംശയം എനിക്ക് സ്വാഭാവികമായും തോന്നി. ഈ തർക്കമൊക്കെ വരുന്നതിന് മുൻപ്, ഈ എയെ തള്ളിപ്പറയുന്നതിന് മുൻപൊക്കെ തന്നെയല്ലേ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും ഒടുവിൽ ക്യാമറ സ്ഥാപിച്ചത്? അതും ക്യാമറ തന്നെ ആയിരുന്നില്ലേ? ഈ ക്യാമറയിലാണല്ലോ യാത്ര ചെയ്യാത്ത ആൾക്കാരടക്കം ചിത്രങ്ങളിൽ കുടുങ്ങിയതും കുടുംബകലഹവും ഒക്കെ എങ്ങനെ തലനാരിഴയ്ക്ക് ഇല്ലാതായി പോയതുമൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഏതായാലും വിശദാംശങ്ങളുമായി AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് CPM-ന് പറ്റുന്നത്? എനിക്ക് ആകെ ചോദിക്കാൻ ഈ ഒരൊറ്റ ചോദ്യമുള്ളൂ സ്റ്റെഫിൻ. മൂത്തി, ഏതായാലും CPM വലിയ കുഴപ്പത്തിലാണ് എയുമായിട്ടുള്ള വിഷയത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത്. കാരണം കണ്ണൂരിലെ പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായുള്ള MV ഗോവിന്ദൻ വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ്, സോഷ്യലിസം കൊണ്ടുവരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. തുടർന്ന് അത് വിവാദമായതോടുകൂടി അതിനെ പാർട്ടി തന്നെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് പാർട്ടി എയെക്കുറിച്ച് ഔദ്യോഗികമായൊരു നിലപാടും സ്വീകരിച്ചു. പ്രത്യേകിച്ചും ആ ഒരു കരട് പ്രമേയത്തിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്നാൽ അത് തൊഴിലില്ലായ്മ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും അതിനിടയിലാണ് വീണ്ടും ഈ എയുമായി ബന്ധപ്പെട്ട് എയെ ആശ്രയിച്ചുകൊണ്ട് EK നായനാരുടെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും നേരത്തെ ജില്ലാ സമ്മേളനങ്ങളിലും അതോടൊപ്പം തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ എ ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ നേരത്തെ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയായിരുന്ന V ജോയിയുടെ ഒരു ഈ പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ എയുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നായനാരുടെ ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ചിത്രീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ വീണ്ടും സംസ്ഥാന സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ഈ ഇത്തരത്തിൽ എ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രചരണാർത്ഥം ഒരു വീഡിയോ ഇപ്പോൾ CPM തയ്യാറാക്കിയിരിക്കുന്നത്. അതേതായാലും CPM-ന്റെ നയത്തിന് എതിരാണ്, CPM-ന്റെ പ്രത്യയശാസ്ത്രത്തിന് എതിരാണ് എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏതായാലും വിശദീകരണം എന്ത് വരും എന്നുള്ളതാണ് നമ്മളേറെ ഉറ്റുനോക്കുന്നത്. കാരണം MV ഗോവിന്ദൻ തന്നെ ആദ്യം അനുകൂലിച്ചു, പിന്നെ അതിനെ തള്ളിപ്പറയുന്ന സ്ഥിതി ഉണ്ടായി, പാർട്ടി തന്നെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇനി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ CPM എടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാണേണ്ടത്. ശരി സ്റ്റെഫിന് നല്ല ദിവസം ആശംസിക്കുന്നു. എന്ത് നിലപാടെടുക്കുമെന്നല്ല, എന്ത് ന്യായീകരണം പറയുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് തോന്നുന്നു. ഇതിൽ പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ലല്ലോ.